ഡേറ്റ മൈനിങ് ആൻഡ് വെയർ ഹൗസിംഗ് എന്ന പുതിയൊരു സബ്ജക്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ സബ്ജക്റ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ഡേറ്റ മൈനിങ് എന്തിനാണ് ചെയ്യുന്നത്, അതിൻ്റെ ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡേറ്റ മൈനിങ്ങിൻ്റെ കുറേ ടാസ്കുകൾ, ഈ ഓരോ ടാസ്കും ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് അൽഗോരിതംസ്, മെത്തേഡ്സ്, അതുപോലെ തന്നെ ഡേറ്റ വെയർ ഹൗസിംഗ് എന്താണ്, അതിൻ്റെ യൂസ് എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് ഈ സബ്ജക്റ്റിൻ്റെ സിലബസ് കവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ സബ്ജക്റ്റിൽ പഠിക്കാനുള്ള ടോപ്പിക്ക് ഡേറ്റ മൈനിങ്. ആ രണ്ട് വേർഡ് ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് അതിൻ്റെ മീനിങ് എടുത്ത് നോക്കാം. ഡേറ്റ ആൻഡ് മൈനിങ്. ഡേറ്റ എന്ന് വെച്ചാൽ നമുക്ക് നോർമലി അറിയാം, വേർഡ്സ് ആകാം, സെൻറ്റൻസ് ആകാം, നമ്പേഴ്സ് ആകാം, അങ്ങനത്തെ എന്ത് കാര്യങ്ങളെയും നമുക്ക് ഡേറ്റ എന്ന് പറയാം. മൈനിങ് എന്ന ടേമിൻ്റെ അർത്ഥം എന്തായിരിക്കും? ഇപ്പോൾ നമ്മൾ നോർമലി ഗോൾഡ് മൈനിങ് അത്തരത്തിലൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ഗോൾഡ് മൈൻ ചെയ്തെടുക്കുക അല്ലെങ്കിൽ സിൽവർ മൈൻ ചെയ്തെടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ മെറ്റൽസ് ഒക്കെ നമ്മൾ മൈൻ ചെയ്തെടുക്കുമ്പോൾ എർത്തിൽ നിന്ന് വലിയ കുഴികളെടുത്ത് അതിൽ നിന്ന് ഈ പറഞ്ഞ മെറ്റൽസ് നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു. ആ എടുക്കുന്ന മെറ്റൽസ് നമുക്ക് ഡയറക്റ്റ്ലി കൊണ്ടുപോയി, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗോൾഡ് ആണ് മൈൻ ചെയ്തെടുക്കുന്നതെങ്കിൽ നോർമലി ഓർണമെന്റ്സ് ഉണ്ടാക്കാനായിരിക്കും ഗോൾഡ് യൂസ് ചെയ്യുന്നത്. ഈ മൈൻ ചെയ്ത് കിട്ടുന്ന ഗോൾഡിനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എടുത്ത്, ആ ഓറിനെ ഡയറക്റ്റ് ആയിട്ട് എടുത്ത് ഗോൾഡ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതിന് മുന്നേ കുറേ സ്റ്റെപ്സിലൂടെ അതിനെ കടത്തി വിടണം. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ റിഫൈനിങ്, ക്ലീനിങ്, ഇങ്ങനെയുള്ള കുറേ ടൈപ്പ് ഓഫ് സ്റ്റെപ്സിന് ശേഷം ഫൈനലി നമുക്ക് ആ ഗോൾഡ് ഓർണമെന്റ്സ് ആക്കി മാറ്റാനും അല്ലെങ്കിൽ എന്താണോ അതിൻ്റെ യൂസ് അത് ആ ഒരു ഫോമിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നു. അതുപോലെ തന്നെ ഡേറ്റയെ മൈൻ ചെയ്തെടുക്കുന്നു. അതിനെയാണ് ഡേറ്റ മൈനിങ് എന്ന് ഒറ്റ വാക്കി പറഞ്ഞ. ഡേറ്റയെ മൈൻ ചെയ്തെടുക്കുക. ഡേറ്റയെ മൈൻ ചെയ്തെടുക്കുമ്പോഴും ഇപ്പം ഞാൻ മെറ്റലിൽ പറഞ്ഞതുപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ട് ആ മൈൻ ചെയ്ത ഡേറ്റ എടുത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഏതൊരു കോണ്ടെക്സ്റ്റിലാണെങ്കിലും ആ ഡേറ്റ ഇനിഷ്യലി നമ്മൾ ക്ലീൻ ചെയ്യും, പിന്നെ ഒരുപാട് സ്ഥലത്തു നിന്നുള്ള ഡേറ്റ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യും. അങ്ങനെ കുറേ പ്രോസസ്സ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് റിഫൈൻ ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു നോളജ് ആക്കി മാറ്റി അതിനെ എടുക്കും. ആ നോളജ് ആയിരിക്കും നമ്മൾ ഫൈനലി നമ്മുടെ ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഹോൾ സ്റ്റെപ്പുകൾ, ഈ പറഞ്ഞ എല്ലാ സ്റ്റെപ്പുകളും കൂടെ ചേർന്ന് ആസ് എ ഹോൾ ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡേറ്റ മൈനിങ്. അപ്പോൾ ഡേറ്റ മൈനിങ് ഡെഫിനിഷനിലേക്ക് പോവാം. ഡേറ്റ മൈനിങ് ഈസ് ദ പ്രോസസ് ഓഫ് എക്സ്ട്രാക്ടിങ് ഇൻഫർമേഷൻ ഫ്രം ഹ്യൂജ് സെറ്റ്സ് ഓഫ് ഡേറ്റ. വലിയ ഒരു സെറ്റ് ഓഫ് ഡേറ്റയിൽ നിന്ന് ആവശ്യമുള്ള മാത്രമായിട്ടുള്ള ഇൻഫർമേഷനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡേറ്റ മൈനിങ്. അപ്പോൾ ഈ ഒരു ഹ്യൂജ് സെറ്റ് ഓഫ് ഡേറ്റ എന്ന് പറയാൻ കാരണം, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മുടെ ഇന്നത്തെ കാലത്ത് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈൽ ഫോൺസ് ഒക്കെ ഇല്ലാതെ ജീവിക്കുക എന്നുള്ള അത്ര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് അല്ലേ. ഡേ ടു ഡേ ലൈഫിൽ ഡിജിറ്റലൈസേഷൻ വരുന്നതോടുകൂടി നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെയും ഇതുപോലുള്ള ടെക്നിക്കലായിട്ടുള്ള ഡിവൈസുകളുടെ യൂസ് ഇൻക്രീസ് ആയിക്കൊണ്ട് വരികയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഇലക്ട്രോണിക് ഡിവൈസുകളുടെ യൂസ് കൂടുന്തോറും സ്വാഭാവികമായും അതിലേക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന ഡേറ്റ, അത് പ്രോസസ്സ് ചെയ്തെടുക്കുന്ന ഡേറ്റ, ദെൻ പ്രോസസ്സ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്, ഇങ്ങനെ ഓരോ ലെവലിലും ഡേറ്റയുടെ എമൗണ്ട് അല്ലെങ്കിൽ ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിളിൽ വേൾഡ് വൈഡ് വെബ് WWW എടുത്താൽ നമ്മൾ എന്ത് കാര്യത്തിനെ കുറിച്ച് സെർച്ച് ചെയ്താലും നമുക്ക് ഇന്റർനെറ്റിൽ നിന്ന് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 1, 2, 3, ചിലപ്പോൾ 1000, ചിലപ്പോൾ ലക്ഷക്കണക്കിന് ഫയൽസും ഇൻഫർമേഷൻസും കിട്ടും. അപ്പോൾ ഇത്രയും ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡേറ്റ ഇന്റർനെറ്റിൽ എങ്ങനെയായിരിക്കും സേവ് ചെയ്ത് വെച്ചിരിക്കുക അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കമ്പനിയോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഓർഗനൈസേഷൻ, ഇപ്പോൾ എന്തെങ്കിലും ഒരു ഓർഗനൈസേഷനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കമ്പനി എടുത്തു കഴിഞ്ഞാൽ അവരുടെ എംപ്ലോയീസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കാണും, എംപ്ലോയീസിൻ്റെ സാലറി, അങ്ങനത്തെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അതെല്ലാം, ഇൻക്രിമെന്റ്, ഇയർലി ഉള്ള ഇൻക്രിമെന്റുകൾ, അതുപോലെ തന്നെ അവരുടെ ഡേ ടു ഡേ ലൈഫിൽ എന്ത് ആക്ടിവിറ്റീസ് ആണ് അവർ മീൻസ് ആ ഒരു കമ്പനിയിൽ എന്ത് ടൈപ്പ് പ്രോജക്റ്റ് ചെയ്യുന്നു, ഓരോ പ്രോജക്റ്റിൻ്റെ ഇൻഡിവിജ്വൽ ഡീറ്റെയിൽസ്, ഇത്തരത്തിൽ ഒരുപാട് ഇൻഫർമേഷൻസ് ആ കമ്പനിയുടെ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടി വരും അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡേറ്റ സ്റ്റോർ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ആ ഒരു ഡേറ്റ എങ്ങനെ സ്റ്റോർ ചെയ്യാം, അതൊരു നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡേറ്റ സ്റ്റോർ ചെയ്യും. ഇപ്പം തന്നെ ഞാൻ പറഞ്ഞു വേൾഡ് വൈഡ് വെബ്, ഇന്റർനെറ്റിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡേറ്റ സെറ്റ് അതിനകത്തുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആവശ്യമായി, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ വേർഡ് സെർച്ച് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഒരു സെന്റൻസ് സെർച്ച് ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് ആവശ്യമായിട്ടുള്ള കണ്ടന്റ് മാത്രം ഈ ഒരു വലിയ ലാർജ് വോളിയൂം ഓഫ് ഡേറ്റ സെറ്റിൽ നിന്ന് എന്ത് ചെയ്യും, സെർച്ച് എഞ്ചിൻ
സെർച്ച് ചെയ്ത് ഞാൻ ചോദിച്ച ആ ഒരു കീവേഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ മാത്രമേ എനിക്ക് കൊണ്ടുതരും. ഓക്കെ, അപ്പോൾ ആ ഒരു സ്റ്റേജിൽ എന്താണ് നടക്കുന്നത്? വലിയൊരു എമൗണ്ട് ഓഫ് ഹ്യൂജ് ഡേറ്റ സെറ്റിൽ നിന്ന് എനിക്ക് ആവശ്യമുള്ള ഡേറ്റ മാത്രം തന്നു. അപ്പോൾ ഒരു വലിയ ഡേറ്റ സെറ്റിൽ നിന്ന് കുറച്ച് നോളജ് മാത്രം എടുത്ത് യൂസറിന് തരികയല്ലേ ചെയ്തത്. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ എക്സാമ്പിൾസിലും നമ്മൾ ഹ്യൂജ് സെറ്റ് ഓഫ് ഡേറ്റ എന്നൊരു ടേം പറഞ്ഞായിരുന്നു. അപ്പോൾ ഇത്രയും വലിയ ഒരു സെറ്റ് ഓഫ് ഡേറ്റ എങ്ങനെ എവിടെ സ്റ്റോർ ചെയ്യാം, ഇനി അത് ഒരിടത്ത് സ്റ്റോർ ചെയ്താൽ തന്നെ അതിൽ നിന്ന് ഓരോ പെർട്ടിക്കുലർ ടൈമിൽ ആവശ്യമായിട്ടുള്ള ഡേറ്റ റിട്രൈവ് ചെയ്തെടുക്കുക, എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക, ഇതെല്ലാം ഒരു ടീഡിയസ് ടാസ്ക് ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ സംഭവങ്ങളെ, ഈ പറഞ്ഞ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡേറ്റ മൈനിങ് എന്ന പുതിയ ഒരു കമ്പ്യൂട്ടർ സയൻസിന്റെ ഒരു ബ്രാഞ്ച് എന്നോ അല്ലെങ്കിൽ പുതിയൊരു ടേം വന്നത്. അപ്പോൾ ഡേറ്റയെ ഒരു ഹ്യൂജ് സെറ്റിൽ നിന്ന്, ഡേറ്റയുടെ ഒരു ഹ്യൂജ് സെറ്റിൽ നിന്ന് ആവശ്യമുള്ള ഇൻഫർമേഷന് മാത്രം എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡേറ്റ മൈനിങ്. ഡേറ്റ മൈനിങ് ഈസ് ദ പ്രോസസ് ഓഫ് എക്സ്ട്രാക്ടിങ് ഇൻഫർമേഷൻ ഫ്രം ഹ്യൂജ് സെറ്റ്സ് ഓഫ് ഡേറ്റ. ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ്, ഡേറ്റ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാണും, അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള മാത്രം എടുക്കുന്നതിനെ നമുക്ക് നോളജ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ നോളജിനെ ഡേറ്റയിൽ നിന്ന് മൈൻ ചെയ്തെടുക്കുന്നതിനെയും അങ്ങനെ നമുക്ക് ഡേറ്റ മൈനിങ് ഡെഫിനിഷൻ പറയാം. അതാണ് സെക്കൻഡ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. ഡേറ്റ മൈനിങ് ഈസ് ദ മൈനിങ് ഓഫ് നോളജ് ഫ്രം ഡേറ്റ. ഡേറ്റയിൽ നിന്ന് നോളജ് മാത്രം മൈൻ ചെയ്തെടുക്കുന്നതിനെയും ഡേറ്റ മൈനിങ് എന്ന് പറയാം. ഓക്കെ, ഇനി ഞാൻ ഫസ്റ്റ് നമ്മൾ മെറ്റൽ എക്സ്ട്രാക്ട് ചെയ്ത് അല്ലെങ്കിൽ മൈൻ ചെയ്തെടുക്കുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞൊരു കാര്യമാണ്. മെറ്റൽസ് മൈൻ ചെയ്തെടുത്തിട്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പകരം അത് ക്ലീൻ ചെയ്യണം, അങ്ങനെ കുറേ വേരിയസ് സ്റ്റെപ്പ് കഴിഞ്ഞ് ഫൈനലി റിഫൈനിങ് ഒക്കെ ശേഷമേ നമുക്കതൊരു ഓർണമെന്റ് ആയിട്ടോ അല്ലെങ്കിൽ എന്താണോ അതിൻ്റെ കറസ്പോണ്ടിങ് ആപ്ലിക്കേഷൻ അതിന് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഡേറ്റ എന്ന് പറയുന്നത് ഒരു വലിയ സെറ്റിലുള്ള ഡേറ്റയിൽ നിന്ന് നമുക്ക് ആവശ്യമായ നോളജിന് നമ്മൾ മൈൻ ചെയ്തെടുത്ത ഉടനെ തന്നെ ഡയറക്റ്റ്ലി നമുക്ക് അതിന് നമ്മുടെ ആപ്ലിക്കേഷൻ ഏരിയയിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പകരം എന്ത് വേണം, ആ ഡേറ്റ നമ്മൾ എടുക്കുമ്പോൾ തന്നെ ഇനി പറയാൻ പോകുന്ന കുറച്ച് സ്റ്റെപ്പുകളിലൂടെ ആ ഒരു ഡേറ്റയെ നമ്മൾ കൊണ്ടുവരികയാണ്. ഇനിഷ്യലി നമ്മൾ ഡേറ്റ ക്ലീൻ ചെയ്തെടുക്കണം. ക്ലീനിങ് എന്താണ്, അതിൻ്റെ അകത്ത് എന്തൊക്കെ ടൈപ്പിലുള്ള ക്ലീനിങ് ചെയ്യാം, ക്ലീനിങ് ചെയ്യുന്നത് എന്തിനാണ് എന്നുള്ളതൊക്കെ ഇനിയുള്ള സെക്ഷൻസിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഇനിഷ്യലി ഡേറ്റ ക്ലീൻ ചെയ്യണം. ദെൻ ക്ലീൻ ചെയ്ത ഡേറ്റ ഇൻ്റഗ്രേറ്റ് ചെയ്യും. അതായത് ഇപ്പോൾ ഇൻ്റർനെറ്റിൽ നമ്മൾ ഡേറ്റ എടുക്കാൻ നേരത്ത് ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു കീവേഡ് കൊടുത്തിട്ട് സെർച്ച് ചെയ്യുമ്പോൾ ആ കീവേഡിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരുപാട് സൈറ്റുകളിൽ ഡേറ്റ കിട്ടും. ആ ഡേറ്റ എല്ലാം എന്ത് ചെയ്യും, പല പല സൈറ്റിൽ നിന്നുള്ള ഡേറ്റ ഒരുമിച്ചിരുന്നിട്ട് നമുക്ക് എന്ത് ചെയ്ത് തരും, ഇൻ്റഗ്രേറ്റ് ചെയ്ത് തരും അല്ലേ. ഇന്റർനെറ്റ് പല സൈറ്റിൽ നിന്നുള്ള ഡേറ്റയെ അല്ലെങ്കിൽ ഇൻഫർമേഷനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഒത്തൊരുമിച്ച് നമുക്ക് കൊണ്ടുതരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഡേറ്റ ക്ലീനിങ്, ദെൻ ഡേറ്റ ഇൻ്റഗ്രേഷൻ. അത് കഴിഞ്ഞിട്ട് ഡേറ്റ ട്രാൻസ്ഫോർമേഷൻ. അതായത് നമ്മൾ ഡേറ്റ എടുത്തു, ക്ലീൻ ചെയ്തു, ഇൻ്റഗ്രേറ്റ് ചെയ്തു. ഇനി യൂസറിന് ആവശ്യമായ ഫോമിലേക്ക് ആ ഡേറ്റയെ നമുക്ക് ട്രാൻസ്ഫോം ചെയ്ത് കൊടുക്കണം. യൂസറിന് ആവശ്യമായ ഫോം എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ എപ്പോഴും ഹ്യൂജ് ഡേറ്റ സെറ്റിൽ നിന്ന് എടുക്കുന്ന ഡേറ്റ അത്രത്തോളം ഹ്യൂജ് ആയിരിക്കും. അപ്പോൾ അതിനെ ഇപ്പോൾ ഒരു ഹൈ ഡയമെൻഷനുള്ള ഡേറ്റ ആണെന്നുണ്ടെങ്കിൽ യൂസറിന് അത്രയും ഡയമെൻഷനുള്ള ഡേറ്റ വേണ്ട. അതിന് എന്ത് ചെയ്യാം, നമുക്ക് കുറച്ചുകൂടെ സിമ്പിളാക്കി എപ്പോഴും നമ്മൾ ഡേറ്റയൊക്കെ പ്രസന്റ് ചെയ്യുമ്പം യൂസർ കൺവീനിയൻ്റ് ആയിട്ട് കുറച്ചും കൂടെ സിമ്പിളായിട്ട് പ്രസന്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യുക, ഡേറ്റയെ ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്ക് ട്രാൻസ്ഫോം ചെയ്യും. ട്രാൻസ്ഫോർമേഷൻ്റെ അകത്ത് റിഡക്ഷൻ അങ്ങനെയുള്ള കുറേ ടെക്നിക്സ് വരുന്നുണ്ട്. അത് ചെയ്യുന്നത് ഡയമെൻഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് മെയിൻലി ചെയ്യുന്നത്. വേറെയും കുറച്ച് സംഭവങ്ങൾ അതിനകത്ത് വരും. ദെൻ ആ ട്രാൻസ്ഫോം ചെയ്ത ഡേറ്റയെ മൈൻ ചെയ്തെടുക്കുന്നു. ദെൻ ആ മൈൻ ചെയ്തതിന് ശേഷം അതിൽ പാറ്റേൺ ഇവാലുവേഷൻ ചെയ്യുന്നു. പാറ്റേൺ ഇവാലുവേഷന് ശേഷം ഫൈനലി ആ ഡേറ്റ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞതൊക്കെയാണ് ഡേറ്റ മൈനിങ്ങിനുള്ളിൽ വരുന്ന ടാസ്കുകൾ. ഡേറ്റ മൈനിങ് ഇൻവോൾവ്സ് ഡേറ്റ ക്ലീനിങ്, ഡേറ്റ ഇൻ്റഗ്രേഷൻ, ഡേറ്റ ട്രാൻസ്ഫോർമേഷൻ, ഡേറ്റ മൈനിങ്, ഡേറ്റ ഇവാലുവേഷൻ ആൻഡ് ഫൈനലി ദ ഡേറ്റ പ്രസന്റേഷൻ സ്റ്റെപ്സ്. ഓക്കെ, ഇനി ഡേറ്റ മൈനിങ്ങിന്റെ കുറച്ച് ആപ്ലിക്കേഷൻസിലേക്ക് പോകാം. ഡേറ്റ മൈനിങ്ങിന് ആക്ച്വലി നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ലെവലുകളിലും ഡേറ്റ മൈനിങ്ങിന്റെ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. സം ഓഫ് ദ എക്സാമ്പിൾസ് ആർ ഫ്രോഡ് അനാലിസിസ്. ഡേറ്റ മൈനിങ് യൂസ് ചെയ്തിട്ട്
ഫ്രോഡൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഫ്രോഡ് ഇൻ ദ സെൻസ് ഇപ്പോൾ ക്രെഡിറ്റ് കാർഡിലുള്ള ഫ്രോഡാകാം, അല്ലെങ്കിൽ ആ സിമിലർ ടൈപ്പിലുള്ള ഫ്രോഡുകൾ അനലൈസ് ചെയ്യാൻ പറ്റും. ഫ്രോഡ് അനലൈസ് ചെയ്യുന്നത് പ്രീവിയസ്ലി ഉള്ള ഹിസ്റ്റോറിക്കൽ ഡേറ്റ വെച്ചിട്ട് ആ സിമിലർ ടൈപ്പിലുള്ള ഒരു ഫ്രോഡ് വന്നാൽ ഇതൊരു ഫ്രോഡാണ് എന്ന് ക്ലാസിഫൈ ചെയ്ത് തരും. അങ്ങനത്തെ ടൈപ്പിലുള്ള ഫ്രോഡ് ഡിറ്റക്ഷൻസ് അതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് ഡേറ്റ മൈനിങ്ങിൻ്റെ. അതുപോലെ മാർക്കറ്റ് അനാലിസിസ് മീൻസ് ഇപ്പോൾ മറ്റേ നമ്മൾ സെൻസറിൻ്റെ ഇൻക്രീസ് ആയി ഡിക്രീസ് ആയി എന്നൊക്കെ അതിൻ്റെ റേറ്റ് ഒക്കെ പറയത്തില്ല. അത് പ്രീവിയസ് ഡേറ്റ യൂസ് ചെയ്തിട്ടല്ലേ ഫ്യൂച്ചർ വാല്യൂ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 1 വീക്കിലെ ഡേറ്റ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ അതിൻ്റെ ഒരു വാല്യൂ, സെൻസസിൻ്റെ വാല്യൂ എന്തായിരിക്കാം, അല്ലെങ്കിൽ ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന വാല്യൂ എന്തായിരിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രെഡിക്റ്റ് ചെയ്യുക, അനലൈസ് ചെയ്തുകൊണ്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഡേറ്റ മൈനിങ്ങിൻ്റെ ഒരു ആപ്ലിക്കേഷൻ. അതുപോലെ സയൻസ് എക്സ്പ്ലോറേഷൻസ് യൂസ് ചെയ്യും. ഇങ്ങനെ ഡേറ്റ മൈനിങ്ങിന് ആക്ച്വലി ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. Next point, data mining is also known as knowledge discovery in database. ഡേറ്റാബേസ് എന്താണെന്ന് ഓൾറെഡി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ഡേറ്റാബേസ് എന്ന് വെച്ചാൽ ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് ഡേറ്റയാണ്. ഡേറ്റയെ ടേബിൾസിൻ്റെ ഫോമിൽ റോയും കോളവുമായിട്ട് കളക്ട് ചെയ്ത് അതിനെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതിനെയാണ് ഡേറ്റാബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡേറ്റ മൈനിങ്ങിനെ നോളജ് ഡിസ്കവറി ഇൻ ഡേറ്റാബേസ്, ഒരു ഡേറ്റാബേസിലുള്ള നോളജിനെ ഡിസ്കവർ ചെയ്യുക എന്നും ഒരു പേരിൽ കൂടെ അറിയപ്പെടാറുണ്ട്. ഡേറ്റ മൈനിങ് ഈസ് ഓൾസോ നോൺ ആസ് KDD പ്രോസസ്. KDDയുടെ ഫുൾ ഫോം നോളജ് ഡിസ്കവറി ഇൻ ഡേറ്റാബേസ്. ഓക്കെ, ഇനി ഡേറ്റ മൈനിങ്ങിൻ്റെ വേറൊരു ഡെഫിനിഷനിലേക്ക് പോകാം. ഡേറ്റ മൈനിങ് ഈസ് ദ പ്രോസസ് ഓഫ് എക്സ്ട്രാക്ടിങ് ഇൻഫർമേഷൻ. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഇൻഫർമേഷൻ എക്സ്ട്രാക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ഡേറ്റ മൈനിങ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനായിരിക്കും ഈ ഇൻഫർമേഷൻ എക്സ്ട്രാക്ട് ചെയ്യുന്നത്, എവിടത്തെ യൂസിന് വേണ്ടിയിട്ടായിരിക്കും എക്സ്ട്രാക്ട് ചെയ്യുന്നുള്ളത് നോക്കാം. ഡേറ്റ മൈനിങ് ഈസ് ദ പ്രോസസ് ഓഫ് എക്സ്ട്രാക്ടിങ് ഇൻഫർമേഷൻ ടു ഐഡൻറ്റിഫൈ പാറ്റേൺസ്, ട്രെൻഡ്സ് ആൻഡ് യൂസ്ഫുൾ ഡേറ്റ ദാറ്റ് അലോ ബിസിനസ്സസ് ടു ടേക്ക് ഡേറ്റ ഡ്രിവൺ ഡിസിഷൻസ് ഫ്രം ഹ്യൂജ് ഡേറ്റ സെറ്റ് അല്ലെങ്കിൽ ഡേറ്റാസ്. ഓക്കെ, അപ്പോൾ അതായത് ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡേറ്റാ സെറ്റ് ഉണ്ട്, ഒരു വലിയൊരു ഡേറ്റാ സെറ്റ് ഉണ്ട്. ആ ഡേറ്റാ സെറ്റിൽ നിന്ന്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു, ഒരു ബിസിനസ്, ഒരു ഓർഗനൈസേഷന് ഒരു ഡേറ്റാ സെറ്റിൽ നിന്ന് കറണ്ട് ആയിട്ടുള്ള ട്രെൻഡ് എന്താണ്, പാറ്റേൺസ് എന്താണ്, അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഡേറ്റ, ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. ആ ഇൻഫർമേഷൻ മാത്രം എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. ഈ പ്രോസസ്സിനെ, ഇപ്പോൾ പറഞ്ഞ ഈ പ്രോസസ്സിനെ നമുക്ക് ഡേറ്റ മൈനിങ് എന്ന് പറയാം. ഇപ്പോൾ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ വർക്കിങ്ങിന് വേണ്ടിയിട്ട് ഡേറ്റ മൈനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഡേറ്റ മൈനിങ് എന്ന ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ടാണ് ബിസിനസ്സിൽ ട്രെൻഡ്, പാറ്റേൺസ്, യൂസ്ഫുൾ ഡേറ്റ ഇതെല്ലാം അവർ മൈൻ ചെയ്തെടുക്കുന്നത്. അങ്ങനെ മൈൻ ചെയ്തെടുക്കുന്നതിലൂടെ ഡേറ്റ ഡ്രിവൺ ഡിസിഷൻസ് എടുക്കാൻ പറ്റും. ദീസ് ഡിസിഷൻസ് ആർ വെരി മച്ച് യൂസ്ഫുൾ ഫോർ എ കമ്പനി ഓർ ഓർഗനൈസേഷൻ. Okay, then next point, data mining uses large complex mathematical algorithms for data segment and evaluates probability of future event. അതായത് നേരത്തെ സെൻസിൻ്റെ കാര്യം പറഞ്ഞതാണ്. ഹിസ്റ്റോറിക്കൽ ഡേറ്റ യൂസ് ചെയ്തുകൊണ്ട് കറണ്ട് ട്രെൻഡ് എന്താണ്, അല്ലെങ്കിൽ ഫ്യൂച്ചർ ട്രെൻഡ് എന്തായിരിക്കും എന്നുള്ളതൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ഡേറ്റ മൈനിങ്ങിൽ ലാർജ് കോംപ്ലക്സ് മാത്തമാറ്റിക്കൽ അൽഗോരിതംസ് യൂസ് ചെയ്തുകൊണ്ട് ഡേറ്റയെ സെഗ്മെൻറ്റുകളാക്കി മാറ്റാനും ആ സെഗ്മെൻറ്റുകളിൽ നിന്ന് ഹിസ്റ്റോറിക്കൽ ഡേറ്റ യൂസ് ചെയ്തുകൊണ്ട് ഫ്യൂച്ചർ ഈവൻറ്റുകളുടെ പ്രോബബിലിറ്റി നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വെതറൊക്കെ നമ്മൾ നാളെ മഴ കാണുമോ ഇല്ലെന്നൊക്കെ പ്രെഡിക്റ്റ് ചെയ്തില്ല, അതുപോലെ അത്തരത്തിലുള്ള ഓരോ ടൈപ്പിലുള്ള പ്രഡിക്ഷൻസ് ഒക്കെ ഡേറ്റ മൈനിങ് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റും. ഡേറ്റ മൈനിങ്ങിൻ്റെ ഒരുപാട് ടാസ്ക് ഉണ്ട്. ക്ലാസിഫിക്കേഷൻ, പ്രഡിക്ഷൻ, റിഗ്രഷൻ എന്നൊക്കെ ക്ലസ്റ്ററിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഓരോ ടാസ്കിലുമാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓരോ ടാസ്കുകളും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ദെൻ വേറൊരു പോയിന്റ്, ഡേറ്റ മൈനിങ് ടേൺസ് റോ ഡേറ്റ ഇൻറ്റു യൂസ്ഫുൾ ഇൻഫർമേഷൻ. റോ ഡേറ്റ എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് മീനിങ് ഒന്നും ഇല്ലാത്ത, വലിയ യൂസ് ഇല്ലാത്തതായിട്ടുള്ള ഡേറ്റയാണ് റോ ഡേറ്റ എന്ന് പറയുന്നത്. അപ്പോൾ റോ ഡേറ്റയെ യൂസ്ഫുൾ ആയിട്ടുള്ള, മീനിങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആക്കി മാറ്റുന്നതാണ് ഡേറ്റ മൈനിങ്ങിൽ ചെയ്യുന്നത്. മീനിങ്ലെസ് ആയ റോ ഡേറ്റയെ യൂസ്ഫുൾ ഇൻഫർമേഷൻ ആക്കി മാറ്റുക ഡേറ്റ മൈനിങ്ങിൽ ചെയ്യുന്നു. അപ്പോൾ ഇത്രയുമാണ് ഡേറ്റ മൈനിങ്ങിൻ്റെ ഒരു ഓവറോൾ ഐഡിയ. ഇനി നമുക്ക് ഡേറ്റ മൈനിങ്ങിൽ എന്തൊക്കെ ടൈപ്പ് ഡേറ്റാസ് യൂസ് ചെയ്യും എന്ന ടോപ്പിക്കിലേക്ക് പോകാം.
അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ടൈപ്സ് ഓഫ് ഡേറ്റ ഇൻ ഡേറ്റ മൈനിങ് എന്ന ടോപ്പിക്ക് നോക്കാം. അതായത് ഡേറ്റ മൈനിങ്ങിന് അല്ലെങ്കിൽ ഡേറ്റ മൈനിങ് എന്നൊരു പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ടൈപ്പ് ഡേറ്റാസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പ് ഡേറ്റകളിൽ നിന്ന് നമുക്ക് ഡേറ്റ മൈനിങ് പ്രോസസ്സ് ചെയ്ത് ഡേറ്റയെ മൈൻ ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ മെയിനായിട്ട് 8 ടൈപ്പ് ഡേറ്റയിൽ നിന്ന് നമുക്ക് ഡേറ്റ മൈനിങ് ചെയ്യാം. ഇത്രയും മാത്രമല്ല, ഇനിയും ഉണ്ട്. മെയിൻലി ഉള്ളതാണ് ഈ പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡേറ്റ മൈനിങ് നമുക്ക് ചെയ്യാൻ പറ്റിയ ടൈപ്പ് ഡേറ്റയിൽ ഫസ്റ്റ് വൺ ഫ്ലാറ്റ് ഫയൽസ് ആണ്. ഫ്ലാറ്റ് ഫയൽസ് വെച്ചാൽ വേറൊന്നുമില്ല, നോർമൽ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഡേറ്റ ഫയൽസ്. അതിപ്പോൾ ടെക്സ്റ്റ് ഫോർമാറ്റിലാകാം, അല്ലെങ്കിൽ ബൈനറി ഫോർമാറ്റിലാകാം. അപ്പം നോർമൽ ആയിട്ടുള്ള സിമ്പിൾ ഡേറ്റ ഫയൽസിനെയാണ് ഫ്ലാറ്റ് ഫയൽസ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഫ്ലാറ്റ് ഫയൽസ് ആർ ആക്ച്വലി ദ മോസ്റ്റ് കോമൺ ഡേറ്റ സോഴ്സ് ഫോർ ഡേറ്റ മൈനിങ്. ഡേറ്റ മൈനിങ് അൽഗോരിതംസ് യൂസ് ചെയ്യാൻ പറ്റിയ, അപ്പോൾ റിസർച്ച് ലെവലിലൊക്കെ, ആക്ച്വലി കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ റിസർച്ച് ലെവലിലൊക്കെ ഡേറ്റ മൈനിങ് അൽഗോരിതംസ് യൂസ് ചെയ്യാൻ പറ്റിയ കോമൺ ആയിട്ടുള്ള ഒരു ഡേറ്റ സോഴ്സ് എന്ന് പറയുന്നത് ഫ്ലാറ്റ് ഫയൽസ് ആണ്. സിമ്പിൾ ആയിട്ടുള്ള ഡേറ്റ ഫയലുകളെയാണ് ഫ്ലാറ്റ് ഫയൽസ് എന്ന് പറയുന്നത്. അത് ടെക്സ്റ്റ് ഫോമിലോ ബൈനറി ഫോർമാറ്റിലോ ടെക്സ്റ്റ് ഫോർമാറ്റിലോ ഒക്കെ ആകാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഡേറ്റ ഫയൽസിൽ നിന്ന് ഡേറ്റ മൈനിങ് ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഡേറ്റ എന്ന് പറയുന്നത് റിലേഷണൽ ഡേറ്റാബേസ് ആണ്. റിലേഷണൽ ഡേറ്റാബേസ് നിങ്ങൾ ഡേറ്റാബേസ് എന്നൊരു ഹെഡിങ്ങിൽ ഓൾറെഡി പഠിച്ചതായിരിക്കും. റിലേഷണൽ ഡേറ്റാബേസ് വേറൊന്നുമില്ല, ടേബിൾ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഡേറ്റയാണ് റിലേഷണൽ ഡേറ്റാബേസ് എന്ന് പറയുന്നത്. എ റിലേഷണൽ ഡേറ്റാബേസ് കൺസിസ്റ്റ് ഓഫ് എ സെറ്റ് ഓഫ് ടേബിൾസ്. കുറേ ഗ്രൂപ്പ് ഓഫ് ടേബിൾസിനെ ഒന്നിച്ച് റെപ്രസെൻറ്റ് ചെയ്താൽ നമുക്ക് റിലേഷണൽ ഡേറ്റാബേസ് എന്ന് പറയാം. ഈ ഓരോ ടേബിളിലും കുറേ റോസും കുറേ കോളംസും കാണും. ഈ റോ ആൻഡ് കോളംസ് യൂസ് ചെയ്താണ് ഡേറ്റ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ റിലേഷണൽ ഡേറ്റാബേസ് കൺസിസ്റ്റ് ഓഫ് എ സെറ്റ് ഓഫ് ടേബിൾസ് containing either values of entity attribute or values of attributes from entity relationships. ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞു, റിലേഷണൽ ഡേറ്റാബേസിൽ ഡേറ്റയെ ടേബിളിനുള്ളിലായിരിക്കും റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ടേബിൾ എന്ന് പറഞ്ഞാൽ റോയും കോളവും കൂടെ ഉള്ള ഒരു ഫോമിനെയാണ് ടേബിൾ എന്ന് പറയുന്നത്. കോളം എന്ന് പറയുന്നത് നമ്മൾ നോർമലി ആട്രിബ്യൂട്ടായിട്ടും റോ എന്ന് പറയുന്നത് ട്യൂപ്പിൾസ് ആയിട്ടുമായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിനുള്ളിൽ ഉള്ള ഡേറ്റയെ ഡേറ്റ മൈനിങ് പ്രോസസ്സിലൂടെ മൈൻ ചെയ്തെടുക്കാൻ പറ്റും. തേർഡ് ടൈപ്പ് ഓഫ് ഡേറ്റ എന്ന് പറയുന്നത് ഡേറ്റ വെയർ ഹൗസ് ആണ്. ആക്ച്വലി ഡേറ്റ വെയർ ഹൗസ് ഈസ് നത്തിങ് ബട്ട് എ സ്റ്റോർ ഹൗസ്. നോർമലി ഒരു സ്റ്റോർ ഹൗസിനെയാണ് നമ്മൾ ഡേറ്റ വെയർ ഹൗസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു റിപ്പോസിറ്ററി എന്നൊക്കെ പറയും, ഡേറ്റ റിപ്പോസിറ്ററി എന്നൊക്കെ പറയുന്നത് പോലെ ഉള്ള ഒരു അറേഞ്ച്മെൻറ്റ്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ഡേറ്റ സോഴ്സ് നമുക്ക് ഇതിനുള്ളിൽ വയ്ക്കാം. അതായത് ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഡേറ്റ മാത്രമേ വയ്ക്കാൻ പറ്റുമെന്നില്ല. ഹെട്രോജീനിയസ് ആണ്, അതാണ് ഡേറ്റ വെയർഹൗസിൻ്റെ ഒരു പ്രോപ്പർട്ടി. ഡേറ്റ വെയർഹൗസ് ഈസ് ഹെട്രോജീനിയസ്. അതായത് പല ടൈപ്പിലുള്ള ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഡേറ്റ നമുക്ക് ഡേറ്റ വെയർഹൗസിനുള്ളിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. എന്നിട്ട് ഈ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റകളെ ഡേറ്റ വെയർഹൗസിൽ നിന്ന് നമുക്ക് മൈൻ ചെയ്തെടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ദെൻ ഫോർത്ത് ടൈപ്പ് ഓഫ് ഡേറ്റ എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ ഡേറ്റാബേസ് ആണ്. ട്രാൻസാക്ഷൻ ഡേറ്റാബേസ് എന്ന് പറയുന്നത് ടൈമിൻ്റെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഓർഡറിൽ ഡേറ്റയെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സെറ്റ് ഓഫ് റെക്കോർഡുകളെയാണ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. A transaction database is nothing but a set of records representing transactions. ട്രാൻസാക്ഷൻസ് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് റെക്കോർഡിനെ നമുക്ക് ട്രാൻസാക്ഷൻ ഡേറ്റാബേസ് എന്ന് പറയാം. ഇനി ഈ ഓരോ ട്രാൻസാക്ഷനിലും ഓരോ ടൈം സ്റ്റാമ്പ് കാണും, അതുപോലെ ഒരു ഐഡൻറ്റിഫയർ കാണും, സെറ്റ് ഓഫ് ഐറ്റംസ് കാണും. ഇതെല്ലാം കൂടെ ചേർന്ന ഒന്നിനെയാണ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ട്രാൻസാക്ഷൻ ഈസ് നത്തിങ് ബട്ട് ഈച്ച് transaction has a timestamp, an identifier and a set of items. കുറേ ഐറ്റംസും കുറേ ഓരോ ഇൻഡിവിജ്വൽ ട്രാൻസാക്ഷനും ഓരോ ഐഡൻറ്റിഫയറും ടൈം സ്റ്റാമ്പും ഇതെല്ലാം ചേർന്ന ഡേറ്റയെ ട്രാൻസാക്ഷൻ ഡേറ്റാബേസ് എന്ന് പറയാം. ഈ ട്രാൻസാക്ഷൻ ഡേറ്റാബേസിൽ നിന്ന് നമുക്ക് ഡേറ്റ മൈനിങ് ചെയ്യാൻ പറ്റും. ദെൻ ഫിഫ്ത്ത് വൺ മൾട്ടിമീഡിയ ഡേറ്റാബേസ്. മൾട്ടിമീഡിയ ഡേറ്റാബേസ് എന്ന് പറയുമ്പോഴത്തേക്കും മൾട്ടിപ്പിൾ മീഡിയ ടൈപ്പിലുള്ള ഡേറ്റ ഉള്ള ഒരു ഡേറ്റാബേസ്. അതിപ്പോൾ മൾട്ടിപ്പിൾ മീഡിയ എന്ന് പറയുമ്പോൾ വീഡിയോ ആകാം, ഇമേജ് ആകാം, ഓഡിയോ ആകാം, ടെക്സ്റ്റ് ആകാം. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ വീഡിയോ, ഇമേജ്, ഓഡിയോ, ടെക്സ്റ്റ് 4 ടൈപ്പ് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പല ടൈപ്പിലുള്ള ഡേറ്റയെ ഒരൊറ്റ ഡേറ്റാബേസിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അങ്ങനെയുള്ള ഒരു ഡേറ്റാബേസിനെയാണ് മൾട്ടിമീഡിയ ഡേറ്റാബേസ് എന്ന് പറയുന്നത്.
A multimedia database include video, image, audio and text media. They can be stored on extended object relation or ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡേറ്റാബേസിൽ നമുക്ക് അതിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സിമ്പിളായിട്ട് ഒരു ഫയൽ സിസ്റ്റത്തിൽ നമുക്ക് ഈ പറഞ്ഞ ഒരു മൾട്ടിമീഡിയ ഡേറ്റാബേസ് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ മൾട്ടിമീഡിയ ഡേറ്റാബേസിൽ നിന്ന് നമുക്ക് ഡേറ്റ മൈനിങ് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് 6ാമത്തെ ടൈപ്പ് ഓഫ് ഡേറ്റ എന്ന് പറയുന്നത് സ്പേഷ്യൽ ഡേറ്റാബേസ് ആണ്. സ്പേഷ്യൽ ഡേറ്റാബേസ് എന്ന് പറയുമ്പോൾ സിംപ്ലി പറഞ്ഞാൽ ജോഗ്രഫിക്കൽ ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു ഡേറ്റാബേസിനെയാണ് സ്പേഷ്യൽ ഡേറ്റാബേസ് എന്ന് പറയുന്നത്. ജോഗ്രഫിക്കൽ ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരാം? മാപ്പ്, നമ്മളിപ്പോൾ ഗൂഗിൾ മാപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാപ്പ് യൂസ് ചെയ്ത് നമുക്കിപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി അങ്ങനെയുള്ളതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ടല്ലോ മാപ്പ്. അത്തരത്തിലുള്ള മാപ്പ്, ഗ്ലോബൽ, റീജിയണൽ പൊസിഷനിങ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ജോഗ്രഫിക്കൽ ഇൻഫർമേഷൻസിൻ്റെ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ജോഗ്രഫിക്കൽ ഇൻഫർമേഷൻസിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ഡേറ്റാബേസിനെയാണ് സ്പേഷ്യൽ ഡേറ്റാബേസ് എന്ന് പറയുന്നത്. സ്പേഷ്യൽ ഡേറ്റാബേസ് സ്റ്റോർ ജോഗ്രഫിക്കൽ ഇൻഫർമേഷൻ ലൈക്ക് മാപ്സ് ആൻഡ് ഗ്ലോബൽ ഓർ റീജിയണൽ പൊസിഷനിങ്. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ജോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്ന ഡേറ്റാബേസിനെ സ്പേഷ്യൽ ഡേറ്റാബേസ് എന്ന് പറയും. സ്പേഷ്യൽ ഡേറ്റാബേസിൽ ഡേറ്റ മൈനിങ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ ടൈം സീരീസ് ഡേറ്റാബേസ്. ടൈം സീരീസ് ഡേറ്റാബേസ് ആ വേർഡിൻ്റെ മീനിങ് തന്നെയാണ് ടൈം റിലേറ്റഡ് ഡേറ്റാബേസ്. അതായത് ടൈം റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റയെ അല്ലെങ്കിൽ ഇൻഫർമേഷനെ, ഫോർ എക്സാമ്പിൾ ടൈം റിലേറ്റഡ് എന്ന് പറയുമ്പോൾ എന്താ, സെൻസസിൻ്റെ ഡേറ്റാസ് ഒക്കെ സ്റ്റോർ ചെയ്യത്തില്ലേ, സ്റ്റോക്ക് എക്സ്ചേഞ്ച്, സ്റ്റോക്ക് മാർക്കറ്റ്, അല്ലെങ്കിൽ ഒരു ലോഗ്ഡ് ആക്ടിവിറ്റീസ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ സിസ്റ്റത്തിലൊക്കെ നമ്മൾ ഇമെയിലൊക്കെ ലോഗിൻ ചെയ്യുന്ന ആ ഒരു ടൈം, ഇതൊക്കെ എന്ന് പറയുന്നത് ടൈമിനെ ബേസ് ചെയ്തിട്ടുള്ളതാണല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ടൈം റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റയെ സ്റ്റോർ ചെയ്യുന്ന ഒരു ഡേറ്റാബേസിനെയാണ് ടൈം സീരീസ് ഡേറ്റാബേസ് എന്ന് പറയുന്നത്. ടൈം സീരീസ് ഡേറ്റാബേസ് ആക്ച്വലി കണ്ടെയ്ൻ time related data such as stock market data or logged activities etc. അപ്പോൾ ഈ ഒരു ഡേറ്റാബേസിനെയും ഡേറ്റ മൈനിങ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് വൺ വേൾഡ് വൈഡ് വെബ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, WWW. വേൾഡ് വൈഡ് വെബിൻ്റെ പ്രത്യേകത എന്താണ്? ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡേറ്റാസ് അതിനകത്ത് അവൈലബിൾ ആണ് അല്ലേ. അതായത് വേൾഡ് വൈഡ് വെബും നമുക്ക് ഹെട്രോജീനിയസ് ആണെന്ന് നമുക്ക് പറയാം അല്ലേ. നമ്മൾ നേരത്തെ ഡേറ്റ വെയർ ഹൗസിനെ ഹെട്രോജീനിയസ് എന്ന് പറഞ്ഞു, അതായത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡേറ്റാസ് സ്റ്റോർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വേൾഡ് വൈഡ് വെബും വെരി ലാർജ് നമ്പർ ഓഫ് ഡേറ്റാസ്, ഓതേഴ്സ്, പബ്ലിഷേഴ്സ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് അവൈലബിൾ ആണ് അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ വേൾഡ് വൈഡ് വെബിലും ഡേറ്റ മൈനിങ് ചെയ്യാൻ പറ്റും. ഞാൻ ഓൾറെഡി ഡേറ്റ മൈനിങ്ങിൻ്റെ എക്സാമ്പിൾ പറഞ്ഞായിരുന്നു. വേൾഡ് വൈഡ് വെബ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ നമ്മൾ ഡേറ്റ സെർച്ച് ചെയ്യുന്നതൊക്കെ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ആണെന്ന്. അപ്പം അത് ഓർമ്മ കാണുമായിരിക്കും. അപ്പോൾ വേൾഡ് വൈഡ് വെബിലും ഡേറ്റ മൈനിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞതൊക്കെയാണ് ഡേറ്റ മൈനിങ് കോമൺലി ചെയ്യാൻ പറ്റുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡേറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടത് എന്താണ് ഡേറ്റ മൈനിങ്, അതിൻ്റെ ഒരു 2-3 ആപ്ലിക്കേഷൻസ് കണ്ടു. അതുപോലെ ഏതൊക്കെ ടൈപ്പ് ഡേറ്റയിൽ ഡേറ്റ മൈനിങ് അപ്ലൈ ചെയ്യാം എന്നുള്ളത് നമ്മൾ കണ്ടു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക. കൂടുതൽ ഡേറ്റ മൈനിങ്ങിൻ്റെ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.